ഞാനിന്ന് നിങ്ങളോട് ചോദിക്കുന്നു, ഒരാള് ഒരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിക്ഷേപിക്കുകയാണെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ഡെപ്പോസിറ്റ് ഏതാണ്? ആ വ്യക്തിയിൽ എഡ്യൂക്കേഷണലി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പ്രത്യേകമായ കഴിവിനെ വർദ്ധിപ്പിക്കുന്ന ഒന്നായിരിക്കണം അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാൻ ചോദിക്കണം, വൈ ഗൾഫ് മണി ഈസ് നോട്ട് ഗീവ് പ്രോപ്പർ ബെനിഫിറ്റ് ടു കേരള? കേരളത്തിൽ ഒരുപാട് ആളുകൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിലും ആ ക്യാഷ് നമുക്ക് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിന് ഉപകരിക്കാനും ആ കുടുംബത്തിന് ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ടോ? കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അഭിവൃദ്ധിയാണ് രാജ്യത്തിന്റെ അഭിവൃദ്ധി. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഞാനും നിങ്ങളെയും ഓരോരുത്തരുടെയും അഭിവൃദ്ധിയാണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധി. അത് ഫിനാൻഷ്യൽ ആയാലും എഡ്യൂക്കേഷണൽ ആയാലും കഴിവിലായാലും ആകത്തുക നമ്മുടെ രാജ്യത്തിൻ്റെയാണ്. അപ്പോൾ അത് സാധിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, ഹാർഡ് ഏൺ മണി നോട്ട് സ്പെൻഡ് പ്രോപ്പർലി. അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. ചുമ്മാ പറയുന്നതല്ല, വിത്ത് എവിഡൻസ്. കാരണം 80% നമ്മൾ ഈ വ്യക്തികൾ അവരുടെ വരുമാനം ശ്രദ്ധിക്കേണ്ടത് അവരുടെ പേഴ്സണൽ എഡ്യൂക്കേഷനിലും അല്ലെങ്കിൽ പേഴ്സണൽ ഇംപ്രൂവ്മെന്റിനും ആയിരിക്കണം. അത് ഈ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെയോ പേഴ്സണൽ ഇംപ്രൂവ്മെന്റ്, ദാറ്റ് ഈസ് എ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എവർ. ബാക്കി വരുന്ന 20% അവരുടെ ബേസിക് നീഡ്സ് ആയ പ്രോപ്പർട്ടി, അതിലെല്ലാം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അവർക്ക് വീട് വേണ്ടേ? അവർക്ക് വാഹനം വേണ്ടേ? യെസ്, ദീസ് ആർ സെക്കൻഡറീസ്. കാരണം നമ്മുടെ ചോദ്യം എന്താണ്? നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന മറ്റു വരുമാനങ്ങൾ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാ ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം, നമ്മൾ അതിൽ കിട്ടുന്ന വരുമാനം നമ്മുടെ പേഴ്സണൽ വ്യക്തിയുടെ വളർച്ചയ്ക്ക്, വിദ്യാഭ്യാസത്തിന്, വ്യക്തിയുടെ ഇംപ്രൂവ്മെന്റ് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഡൺ. അല്ലാത്തതെല്ലാം നോ. Okay, I'm Dr. Ali Alimras Dental Clinic.com, Alimras Dental Clinic, YouTube, Instagram, Facebook. Thank you all.